ടൈഗു നമുക്ക് നമ്മൾ വീഡിയോ എടുക്കാൻ പോവാം. ഇതാ വീഡിയോ എടുക്കാൻ പോവാം. ഷോർട്ട് കഴിച്ചോ? ഇവിടെ ഈ സൈഡ് ഇവിടെ വേഗം. എന്താ കല്ലുമ്മ തലയിൽ പൂവൊക്കെ വെച്ച് വെള്ളം ഒഴിക്കുന്നു. ഇതാണ് കല്ലുമ്മ. അതാണ് കല്ലുമ്മ പൂവ് വെച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കുക. ഇതൊക്കെ വെച്ച് ഇങ്ങനെ ജോലിയൊന്നും അല്ലേ, വേറെ ജോലിയൊന്നുമില്ല. അപ്പം മഴ പോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ അടീനിയൻ തൈകൾക്കൊക്കെ വളമിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വളമെടുത്തത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാമേ. കണ്ടോ, ഇതാരായി പോർച്ച് കിടക്കുന്നതെന്ന് കണ്ടോ? വേറൊരാൾ. അതാണ് എൻ്റെ ജർമ്മൻ കേട്ടോ. പണ്ട് മോഹിനി എന്ന് പറയുന്ന ഒരു പെറ്റൻ്റെ അടുത്തുണ്ടായിരുന്നേ. എന്ന് വെച്ചാൽ അവൾ വന്നു പോകുന്ന ഒരാളായിരുന്നു. അവൾക്ക് 6 കുഞ്ഞുങ്ങളുണ്ടായി. അതിൽ ഒരേ ഒരു കുഞ്ഞിനെ അവശേഷിച്ചിരിക്കുന്ന ഈ ജർമ്മന. അവൻ ഈ വീട്ടിലാണ്. ഇവിടെ വരും, ഗേറ്റ് അടച്ചാലും മതിൽ ചാടി ഇവിടെ വരും. ഇവിടെ വന്ന് രാവിലെ ഭക്ഷണം കഴിക്കും, ഉച്ച കഴിഞ്ഞ് കൊടുക്കുമ്പോഴും കഴിക്കും. എന്നിട്ട് പിന്നെ അവന് പുറകിലൊരു വീട്ടിൽ ചിലപ്പോൾ പോയി കിടക്കും. ഞാൻ ഇവിടെ ഇല്ലാത്ത ദിവസമൊക്കെ അവന് ഇടയ്ക്ക് വരും, ആഹാരം കഴിച്ചിട്ട് അവനങ്ങ് പോകും. ഇപ്പോൾ അവന് ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് പിന്നെ പോർച്ചിൽ കിടന്നോളും. പക്ഷേ ആരെങ്കിലും വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അവന് ചാടിച്ചെല്ലും. അതൊരു ഇതാണ്. നമുക്ക് ഇവനെ പറഞ്ഞു വിട്ടാൽ ഇവൻ എങ്ങനെയാണേലും മതിൽ ചാടി വരും. കൂട്ടിപ്പിടിച്ചിടാനൊന്നും അവൻ സമ്മതിക്കത്തില്ല. പിന്നെ ടൈഗുനെ എനിക്ക് അവരുമായിട്ട് വഴക്കൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഈ വളമെടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കും പിന്നെ ചാണകപ്പൊടിയും DAP മാത്രമേ ഉപയോഗിക്കുന്നുള്ളേ. എല്ലുപൊടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ചാണകപ്പൊടി ധാരാളമായിട്ടുള്ളത് കൊണ്ട് ഞാൻ ചാണകപ്പൊടി കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ DAP ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചെടിച്ചട്ടിയുടെ 1/4 ഭാഗം മാത്രമേ DAP എടുക്കുന്നുള്ളൂ. പിന്നെ ആ ചെടിച്ചട്ടിക്ക് 3 കപ്പ് വേപ്പിൻ പിണ്ണാക്കും. പിന്നെ ഈക്വലായിട്ടൊന്നുമല്ല, കൂടുതൽ ചാണകപ്പൊടി. കാരണം എനിക്ക് ഇത്ര അടീനിയം തൈകൾക്കും ഇടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചാണകപ്പൊടി കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പം ഞാനെടുക്കാൻ മതത്തിന് ടൈഗു അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കാം. അതായത് ഒരു 1/4 കപ്പ് DAP. ഇത്രയും കേട്ടോ. ചെടി നടാനുള്ള ഇവിടെയാണ് എൻ്റെ വളവും അതുപോലെ തന്നെ പൂന്തോട്ടത്തിന് വേണ്ട ഗാർഡൻ വേണ്ട എല്ലാ എക്യുപ്മെൻറ്റ്സും ഒക്കെ വെച്ചേക്കുന്നത് ഇതിൻ്റെ അകത്താണ്. അപ്പോൾ ഇനി ടൈഗു എന്നെ കൊണ്ട് സമ്മതിക്കത്തില്ലെന്ന് തോന്നുന്നു. അവന് ഇടയ്ക്ക് വന്ന് കിടന്നുകൊണ്ട് വഴക്കുണ്ടാക്കും. ഇത് അവൻ്റെ ഒരു ജോലിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ജർമ്മനോടെ കിടപ്പുണ്ടല്ലോ, ജർമ്മൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ മുറുമുറുക്കാൻ തുടങ്ങും. അവനും ദേഷ്യം വരുമല്ലോ ഇവൻ ഈ കാണിക്കുന്നതൊക്കെ കണ്ട്. ഉണ്ടോ, ചെടി നടാനാണെന്നും പറഞ്ഞോട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വെച്ചാൽ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് സോപ്പില്ലേ, അതിൻ്റെ വലിയ കാന അത് മുറിച്ച് വെച്ചേക്കുക. ഞാനല്ല കേട്ടോ, ഹസ്ബൻഡിൻ്റെ പരിപാടിയാണ്. അതിൻ്റെ അകത്ത് എന്തോ ചെടി നടാനാന്ന് പറഞ്ഞ് അതും കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 3 ആ ചെടിച്ചട്ടിക്ക് 3 പാത്രം വേപ്പിൻ പിണ്ണാക്കൂടെ ഞാൻ ഇടുക. പിന്നെ കൂടുതൽ ചാണകപ്പൊടി ഉപയോഗിക്കുന്നു കേട്ടോ. കാരണം നമ്മൾ ആദ്യമൊക്കെ എല്ലുപൊടിയും എല്ലാം വളമിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം ചേർത്താണ് ഞാൻ മണ്ണും എല്ലാം ചേർത്തിട്ടാണ് ഞാൻ അടീനിയം റീപ്ലാന്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാവശ്യത്തിനുള്ള വളമുണ്ട്. അപ്പോൾ ഇപ്പം പൂക്കൾക്ക് ഇപ്പോൾ ഒത്തിരി നാളായില്ലേ,
എനിക്കൊന്ന് 2-3 മാസത്തിലേറെയായി ഞാൻ വളം ഉപയോഗിച്ചിട്ട്. ഇടയ്ക്ക് ഞാൻ എന്തുവാ പിന്നെ എന്തോ ഒരു ലിക്വിഡ് പോകും. ഈ ടൈമിനെ കൊണ്ട് ഒരു രക്ഷയില്ലെന്നേ. അവനങ്ങ് ശല്യം തന്നെയാണ്. അവനെ ഓടിച്ചാലും പോകത്തില്ല. അവനെല്ലാം ഈ വേപ്പിൻ പിണ്ണാക്കൊക്കെ വന്ന് നക്കുകയൊക്കെ ചെയ്യുന്നു. കീഴ് മാറത്തില്ല. പിന്നെ ഞാനവനെ വൈകുന്നേരമേ അഴിച്ചു വിടുന്നവനെപ്പോഴും ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അവനെപ്പോഴും എൻ്റെ പിന്നാലെയുണ്ട്. മാറത്തില്ല, എന്ത് ചെയ്താലും. അടിക്കാൻ തോന്നത്തുമില്ല, അതാണ്. പറഞ്ഞാൽ വലിയ അനുസരണ ഇല്ല കേട്ടോ. ഇല്ല. അവന് എന്താ സ്നേഹം അവനെ എന്താ അവനും കൊടുക്കണം. പാത്രം എല്ലാം കൊണ്ടുപോയി എടുത്തുകൊണ്ട് വെച്ച് കടിച്ചു പൊട്ടിക്കുകയൊക്കെ എടുത്തുകൊണ്ട് പോകും. അതാ അവൻ്റെ ജോലി. അപ്പോൾ ഇനി ചാണകപ്പൊടി ബാക്കി മൊത്തം ഞാൻ ചാണകപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണങ്ങിയ നല്ല പൊടിഞ്ഞ ചാണകപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ തൈകൾക്കിടാവേ. അപ്പോൾ ചട്ടിയുടെ സൈഡിൽ നിന്ന് ചെടിയുടെ ചുവട്ടിലേക്ക് മണ്ണ് അങ്ങോട്ട് ഇളക്കി നീക്കി വെക്കുക. എന്നിട്ട് ആ നീക്കി വെച്ചതിന് ശേഷം ചട്ടിയുടെ സൈഡിൽ കൂടെ ചേർത്ത് സൈഡിലായിട്ടിങ്ങനെ ചുറ്റും വളമിടുക. നമ്മൾ ഈ കുട്ടി വെച്ചിരിക്കുന്ന വളമിടുക. എന്നിട്ട് ചുവട്ടിൽ നിന്ന് മണ്ണ് ഈ വളത്തിൻ്റെ മുകളിലേക്ക് തിരിച്ചിടുക. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാകുമ്പോൾ ചുവട്ടിലേക്ക് കൂടുതൽ അടുത്ത് വരത്തുമില്ല. ഈ എല്ലുപൊടി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും പിന്നെ DAP ആണല്ലോ. DAP വളരെ കുറച്ചുള്ളതാനും. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ അഴുകലൊന്നും സംഭവിക്കത്തില്ല. നമുക്ക് എല്ലാത്തിനും ഇട്ടതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് നനയ്ക്കണം. പിന്നെ നനച്ചതിന് ശേഷം പിന്നെ 2-3-4 ദിവസങ്ങൾക്ക് ശേഷം നന്നായിട്ട് വെള്ളം വലിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും നനച്ച് കൊടുത്താൽ മതി. അപ്പം പൂക്കളുണ്ടാകും. കോഡക്സൊക്കെ നന്നായിട്ട് വലുതായിക്കൊള്ളും. ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ എൻ്റെ വലിയ ചെടികൾക്ക് വളമിടാൻ പോവുകയാണ്. ഇന്നലെ ഞാൻ സൈഡിൽ മണ്ണെല്ലാം അതിൻ്റെ ചുവട്ടിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വളമിട്ടിട്ട് ആ മണ്ണ് തിരിച്ച് ഈ വളത്തിന് മുകളിലോട്ട് ഇട്ടാൽ മാത്രം മതി. എന്നിട്ട് ഇനി നനച്ചു കൊടുക്കണം. അപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്കും DAP പിന്നെ ചാണകപ്പൊടിയും അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ രീതിയിലാണ്.
അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ അടീനിയൻ തൈകൾക്കെല്ലാം വളമിട്ടു കേട്ടോ. അതുപോലെ ചാണകപ്പൊടിയും എല്ലുപൊടി ഇല്ല കേട്ടോ, എല്ലുപൊടി കിട്ടിയില്ല. ചാണകപ്പൊടിയും DAPയും വേപ്പിൻ പിണ്ണാക്കൂടെ മിക്സ് ചെയ്താണ് ഇട്ടത്. ഇന്നിപ്പോൾ ഞാൻ വലിയ ഇതിനെല്ലാം ഇടാൻ പോവാണ്. അപ്പോൾ ഇന്നലെ മഴ പെയ്തുകൊണ്ട് എനിക്ക് ചെറിയ തൈകൾക്ക് മാത്രമേ ഞാൻ ഇട്ടുള്ളൂ. ഇനിയിപ്പം ഈ വലിയ ചെടികൾ കൂടി ഇടുകയാണ്. അതിൻ്റെ സൈഡിലത്തെ മണ്ണൊക്കെ ഞാൻ ചട്ടിയുടെ സൈഡിൽ നിന്ന് മണ്ണ് ചുവട്ടിലോട്ട് മാറ്റി ഇട്ടു. എന്നിട്ട് ഇനി ഏറ്റവും ചട്ടിയുടെ സൈഡിൽ കൂടെയാണ് ഞാൻ വളമിടുന്നത് കേട്ടോ. ചാണകപ്പൊടിയും വേപ്പ് പിണ്ണാക്കും DAP ഉണ്ട്, വളരെ കുറച്ചേ DAP ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം ചാണകപ്പൊടിയാണ് കൂടുതലും. അപ്പോൾ ഇന്നത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അത് ഭയങ്കര ചൂടില്ലേ, കഴിഞ്ഞ ദിവസമൊക്കെ നല്ല ചൂടാണ്. മഴ ഇന്നലെ വെറുതെ ഒന്ന് തുള്ളിയതേ ഉള്ളൂ, അത്ര നന്നായിട്ടൊന്നും വീണില്ല. അപ്പോൾ ഇനി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നനച്ച് കൊടുക്കണം. നന്നായിട്ട് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം 4-5 ദിവസം കഴിഞ്ഞിട്ട് നല്ലപോലെ വെള്ളം വലിഞ്ഞതിന് ശേഷം പിന്നെ നനച്ചാൽ മതി. അപ്പോൾ ഇപ്പം ഞാൻ ഇന്നലെ ഞാൻ ബാക്കി ചെയ്തിരുന്നു തൈകൾക്ക് വളമിടുന്നത്. പൂവിലൊക്കെ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ കായ എടുത്ത് നമുക്ക് വിളഞ്ഞ് പാകമാകുമ്പോൾ കായ എടുത്ത് കിളിപ്പിക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് കിളിപ്പിച്ചതിൻ്റെ എല്ലാ തൈകൾ ഞാനിപ്പോൾ വളമിട്ടില്ലേ, അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കായ വിത്തെടുത്ത് കിളിപ്പിച്ച തൈകളാണ് കേട്ടോ. ഈ പ്രാവശ്യം അതുപോലെ തന്നെ ഞാൻ ഇത് സൂക്ഷിച്ച് ഉണക്കി എടുത്ത് മുളപ്പിച്ച് വിത്തുണ്ടാക്കും. കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ വളമിട്ട് കഴിഞ്ഞ് ഇനി നന്നായിട്ട് നനച്ച് കൊടുക്കണം. കാരണം ഭയങ്കര ചൂടാണ്. നന്നായിട്ട് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി 4-5 ദിവസങ്ങൾക്ക് ശേഷം നല്ലപോലെ മണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇനി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വളമിട്ടുകൊണ്ട് ഞാൻ നന്നായിട്ട് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. 3-5 ദിവസമായി ഞാനിന് വെള്ളം ഒഴിച്ചിട്ട് തന്നെ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് നനച്ച് കൊടുക്കുകയാണ്. അതുപോലെ ചട്ടിയാണെങ്കിലും നല്ല വലിപ്പമുള്ളതാണ്.
നന്നായിട്ട് വെള്ളം താഴേക്ക് ഇങ്ങോട്ട് പോകുന്നതാണ്. നടുക്ക് നല്ല തുളയുള്ള ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒട്ടും കെട്ടിക്കത്തില്ല, മൊത്തത്തിൽ താഴേക്ക് പൊയ്ക്കൊള്ളും.